പാച്ച വേണ്ട എനിക്ക് നടക്കാൻ പറ്റും. അച്ഛാ എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാണോ ഡിസ്ചാർജ് ചെയ്ത് വന്നേ? എന്റെ മക്കളെ ആദ്യം ICU-ലായിരുന്നു, പിന്നെ പെട്ടെന്ന് എന്റെ വാർഡിലേക്ക് മാറ്റി. ഇവളുടെ കല്യാണം മുടങ്ങി നിറഞ്ഞപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി, ശരീരം കുഴഞ്ഞു വീണു. പിന്നെ ആശുപത്രി വാസം കൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ, ഇപ്പം മുടന്താതെ നേരെ ചുവ നടക്കാൻ പറ്റുന്നു. മക്കളെ അന്ന് കല്യാണത്തിന്റെ തലേദിവസമല്ലേ ദിലീപിന്റെ അച്ഛനും കൊന്നത്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എത്ര സൂക്ഷിച്ചാലും നടക്കാനുള്ള നടക്കു വെച്ചാ. ഇനിയിപ്പോ അവന് ഭയം നിന്നിട്ടൊന്നും കാര്യമില്ല. ഇനി ഒരു അത്യാഹിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ കല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എന്നാ ദിലീപേട്ടൻ തന്നെ നിർബന്ധിച്ചത്. നല്ല പയ്യന, നല്ല മനസ്സവന്റെ ദിലീപിന്റെ. ഞാൻ ദിലീപിനെ വിളിച്ചിരുന്നു. ഞാനപ്പോ സ്വാർത്ഥതയൊന്നും കാണിച്ചില്ല. ഞാൻ അവനോട് എന്താ പറഞ്ഞെന്നറിയോ? ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുന്നു. അപ്പോ അവൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അങ്ങനെ അവൻ നിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ കൊലയാളി ജയിക്കുന്നു. ഭാഗ്യ മക്കളെ, മഹാഭാഗ്യ. ആലോചിച്ചത് പുണ്യം. നിനക്ക് നല്ലൊരു പയ്യനാ കേട്ടാൻ പോകുന്നത്. അച്ഛമ്മ വന്ന് കിടക്ക്. കല്യാണമാണെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കണ്ട. അതെ, നാളെ ഓടിച്ചോടത്തിൽ വന്നു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കണം. ശ്രമിക്കാം. അച്ഛാ നാളെ കല്യാണമാണ്. അയലക്കാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. പിന്നീട് കല്യാണം കഴിഞ്ഞ എല്ലാവരെയും വിളിച്ചിട്ട് റിസപ്ഷനൊക്കെ നന്നായിട്ട് നടത്താം. ഇവിടെ അങ്ങനെ തന്നെ ദിലീപേട്ട, ആരെയും ഒന്നും അറിയിച്ചിട്ടില്ല. നാളെ എന്തായാലും താലി കെട്ട് നടക്കണം. ഗംഗാപ്രസാദിന്റെ സന്തോഷം നാളത്തോടെ ഇല്ലാതായിക്കോളും. അല്ലെങ്കിൽ അവൻ നമ്മുടെ വിവാഹം മണത്തറിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഒന്നുമില്ലേലും ഒരുപാട് പേര് ചുറ്റിലില്ലേ? ദിലീപനാണോ? അതെ. കഥയെ ഒന്ന് അമ്മയുടെ കൈ കൊടുത്തേ. ശരി ദിലീപേട്ട. ഹലോ മോനെ. ഞാനെല്ലാം കാർത്തികയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പോലെ കല്യാണം നടത്തി നാളെ തന്നെ ഞാൻ കാർത്തികയും കൂട്ടിക്കൊണ്ടുവരും. ഒരു കല്യാണത്തിന് ഇത്രയധികം ടെൻഷൻ അനുഭവിച്ചവരുണ്ടാവില്ല മോനെ. എല്ലാം നല്ലതിനാ. ഞാനും കാർത്തികയും ഒരുപോലെ ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദാമ്പത്യത്തിന് കല്ലുകടി ഉണ്ടാവില്ല. പിന്നെ പല പ്രതിസന്ധികളെയും തരണം ചെയ്താണല്ലോ ഇവിടെ വരെ എത്തിയത്. ഇനി എന്തായാലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പിന്നെ കാർത്തികയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങൾ എന്നെയും എന്റെ അമ്മയും കുറിച്ചുണ്ടെങ്കിൽ അതൊക്കെ അമ്മ മാറ്റണം. അമ്മയും അമ്മയുടെ നിലപാട് പറഞ്ഞല്ലോ. അതുകൊണ്ട് കാർത്തിക ഇവിടെ വന്ന ശേഷം ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടാവില്ല. ശരി മോനെ. അപ്പോ നാളെ കാണാം. എല്ലാം അനുകൂലമായിട്ട് വന്നിരിക്കുക. ഇനിയിപ്പൊ മറ്റൊന്നിനെ കുറിച്ച് ഓർക്കണ്ട. കല്യാണം നടക്കില്ല എന്നത് എത്തിയിട്ട് ഒരുപക്ഷെ ഗംഗാപ്രസാദ് ഇപ്പൊ മറ്റെവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടാവും. നാളത്തോടെ ദിലീപേട്ടനെ വിമർശിച്ച സോഷ്യൽ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് അവൻ എല്ലാം അറിയും. അപ്പോഴേക്കും താലികെട്ട് കഴിയുമല്ലോ മോളെ. അതിനുശേഷം അയൽക്കാരെയും പരിചയക്കാരെയൊക്കെ വിളിച്ചൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെ, ഗംഗാപ്രസാദിന്റെ ശല്യം തീരുന്നവരെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. നാളെ ഇത് ദിലീപേട്ടൻ വരുമ്പോ നമുക്ക് പറയാം. നാളെ നിങ്ങളുടെ കല്യാണമാണെന്ന് ഇനി അവൻ അറിഞ്ഞു കാണുമോ? സാധ്യത കുറവാ. അവന് പുറത്തിറങ്ങി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള പരിമിതികളുണ്ട്. പിന്നെ പുറത്ത് മൊത്തം പ്രചരിച്ചിരിക്കുന്നത് വിവാഹം മുടങ്ങിന്നല്ലേ. അതുകൊണ്ട് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. മോള് നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. അതിരാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പുറപ്പെടണം. വളരെ നേരത്തെയാണല്ലോ മുഹൂർത്തം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ശരി മാം, ഗുഡ് നൈറ്റ്. ഉടമസ്ഥനില്ലാത്ത വീടാ, അയൽപക്കം കുറവാ. എന്നാലും അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാര്യം സാധിച്ചു. കല്യാണം ഇനി നടക്കില്ലല്ലോ അല്ലേ? ദിലീപിന്റെ വീടിരിക്കുന്ന ജംഗ്ഷനിൽ ഞാൻ പോയി. അവിടുത്തെ സംസാരമൊക്കെ കേട്ടു. കല്യാണം എന്തായാലും ഇനി നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ അളിയനിപ്പോ അവിടുത്തെ ഹീറോ ആയിരിക്കുക. എല്ലാരും സംസാരിക്കുന്ന ദിലീപിന്റെ കല്യാണത്തെ പറ്റിയും അവന്റെ അച്ഛന്റെ മരണത്തെ പറ്റിയാ. ദിലീപിനും വീട്ടിലുള്ളവർക്കും മാറ്റമൊന്നുമില്ലല്ലോ. ഒരു മാറ്റമില്ല. നാട്ടുകാരൊക്കെ പറയുന്നേ ദിലീപ് കാണിച്ച വലിയ അബദ്ധമായി പോയെന്നാ. അവൻ നേരത്തെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിന്റെ പേരിൽ ഇപ്പോ നാട്ടുകാരും അവന്റെ ബന്ധുക്കളും ഇപ്പോ അവനെ കുറ്റപ്പെടുത്തുകയാവും. അതെ, അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ അവന്റെ അച്ഛന്റെ മരണം വേണ്ടി വന്നില്ലേ? പിന്നെ മീൻ വശമൊക്കെ കിട്ടിയോ? ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. മീനൊന്നും കിട്ടിയില്ല. ചിക്കൻ എങ്കിൽ ചിക്കൻ ഒന്ന് കഴുകിടണം. ഇപ്പൊ റെഡിയാക്കി തരാം. ഇവിടെ എത്ര നാള് താമസിക്കേണ്ട ഒരാളെ? 2-3 ദിവസം. അപ്പോഴേക്കും നീ മറ്റൊരു സ്ഥലം കണ്ടുവെക്കണം. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ മതി. അടഞ്ഞു കിടക്കുന്ന വീടിപ്പോ കേരളത്തിൽ ഒരുപാടാ. അതുകൊണ്ട് നമ്മളിപ്പോഴുള്ളവർക്കും കള്ളന്മാർക്കും ഒക്കെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പോലീസുകാരും നാട്ടുകാരും കൂടെ വീട് വളഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നാട്ടുകാർ തല്ലിക്കൊല്ലാതിരിക്കാൻ പോലീസിന് കീഴടങ്ങി കൊടുത്തേ പറ്റൂ. എന്താ മോളെ, നാളെ കല്യാണമായിട്ട് അവന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അൺനോൺ നമ്പറിന്നാ. ആരുടെയാ? ഗംഗയുടെയോ? അതെ. അവനെ അറിഞ്ഞോ കല്യാണം നടക്കുന്ന കാര്യം? അവൻ വോയിസ് നോട്ട് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാ. നിന്റെ അമ്മായച്ചനാവാനിരുന്ന ആളുടെ ചിതാഭസ്മം ഒഴുക്കിയോടി. അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോടി. ഇനി ആര് വന്നാലും ഇത് തന്നെയായിരിക്കും അനുഭവം. നിനക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവില്ല. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. അമ്മേ, അവൻ ഇതുവരെ എന്റെ കല്യാണത്തെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. കിരണും രതീഷും വേലുവിനൊപ്പം അവനെ തിരഞ്ഞുപിടിക്കാനുള്ള ശ്രമത്തില്ല. ഈ വിവരം കിരണെ അറിയിക്കണ്ടേ? വേണ്ട മോളെ, ആരെ അറിയിക്കണ്ട. എല്ലാവരും ടെൻഷനില്ല. അവൻ അറിഞ്ഞിട്ടില്ലല്ലോ മോടെ കല്യാണം നാളെയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് അവൻ അയക്കില്ലല്ലോ. അവൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാനാ ഈ മെസ്സേജ് അയച്ചത്. നാളത്തെ കല്യാണം പോലീസുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ അറിയിക്കാൻ പറ്റില്ല. സാരമില്ല മോളെ, നാളെ കല്യാണം കഴിയുന്നതോടെ ഈ മെസ്സേജിനുള്ള മറുപടി അവന് കിട്ടിക്കോളൂ. കല്യാണത്തിന് മുൻപ് അവനെ പോലീസെങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്നാ മതിയായിരുന്നു. അതൊക്കെ അവൻ അറിയാമല്ലോ. അതുകൊണ്ട് അതുപോലെ സുരക്ഷിത ഒരിടത്തായിരിക്കും അവൻ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവനെ സംരക്ഷിക്കാനും ഒളിപ്പിച്ചിരുത്താൻ ഇടം നൽകാനും ഒക്കെ ആളുണ്ടല്ലോ. ഏതെങ്കിലും ചേരിയിലായിരിക്കും അവൻ. നേരത്തെ കിരൺ അവനെ പിടിച്ചതും അവിടെ നല്ലായിരുന്നോ? കിരണിന്റെ ആദർശിന്റെ ഒക്കെ ഒരു സുഹൃത്തുണ്ട്. കമ്പ്യൂട്ടറിൽ വലിയ വിദഗ്ധനാണെന്നാ പറയുന്നത്. ആ പയ്യന്റെ സഹായത്തോടെയാ പലരെയും തേടി പിടിക്കുന്നത്. ഇവിടെ അങ്ങനെ പിടിക്കാൻ അവന്റെ മൊബൈൽ നമ്പർ അല്ലല്ലോ അവൻ ഉപയോഗിക്കുന്നത്. പലരിൽ നിന്നും തട്ടിയെടുത്തതല്ലേ. അത് ഇതുപോലെ മെസ്സേജ് അയക്കാനും അവന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നത്. അല്ലാത്തപ്പോ ബാഷ് സൈനം എടുത്തു മാറ്റിയിട്ടേ അവൻ ഇരിക്കും. എന്നാലും
എത്ര കാലമായി മോളെ അവൻ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. സ്വന്തം അച്ഛനെ നമ്മുടെ കൺമുന്നിൽ വെച്ച് ചവിട്ടിനും തൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം മോന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനായിരുന്നു വിധി. മോള് പോലും അദ്ദേഹത്തിന്റെ ചോരയല്ല, സ്വന്തം ചോരയിൽ ജനിച്ചതവനാ. എന്നിട്ട് മരിച്ചപ്പോ പോലും വന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം പോലും ഒഴുക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിപ്പോ എന്റെ രണ്ടച്ഛന്മാർക്കും ആ വിധിയിലേ വന്നിട്ടുള്ള. കല്യാണിയുടെ അമ്മയുടെ മരണത്തിനും വിക്രം വന്നിട്ടില്ലല്ലോ. അവനിപ്പോ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഗംഗയോടൊപ്പം കൂടിയനെ. അതൊക്കെ പോട്ടെ, കല്യാണം നടക്കണം. ഇവൻ ഇങ്ങനെ ആയുധമായിട്ട് നടക്കുമ്പോ കല്യാണം നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ലമ്മേ. അവനിനി കൂടുതൽ അപകടകാരിയാവും. അതൊന്നും ഇനി മോള് പറഞ്ഞ ആരും മോൾക്കൊപ്പം നിൽക്കില്ല. മോള് നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ അമ്മായച്ചനാവാനിരുന്ന ആളിന്റെ ചിതാഭസ്മം ഒഴിക്കോടി. അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോടി. ഇനി ആര് വന്നാലും ഇത് തന്നെയായിരിക്കും അനുഭവം. നിനക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവില്ല. സറിയോ അങ്ങനെ മാറിയത് ഭാഗ്യമായി. പിന്നെ കുഞ്ഞിനെയും തന്നുവിട്ടല്ലോ. അത് കിരണേട്ടന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു ആശ്വാസമാണല്ലോ. അവളുടെ പിന്നീടുള്ള സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോ എനിക്ക് സാധാരണ തോന്നി കല്യാണി. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ ഇനിയിപ്പോ മനോഹറുമായിട്ട് ഒരു കോണ്ടാക്ടും വേണ്ട. അവനുമായി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അവൻ നമ്മുടെ റിലേറ്റീവ് ഒന്നും അല്ലല്ലോ. പരോളില് വീണ്ടും അവൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൻ കുഞ്ഞിന്റെ പിന്നാലെ വരും. അതാണ് ഞാൻ ഭയക്കുന്നത്. അവളുടെ മുന്നിൽ എങ്ങാനും അവൻ ചെന്ന് പെട്ട കൈയിൽ കിട്ടുന്നിടത്ത് അവൾ അവന്റെ തലമണ്ട അടിച്ചു പൊളിക്കും, അവനെ കൊന്നിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ അവൾ ഒരിക്കലും ഒരു കൊലയാളി ആവാൻ പാടില്ല. എന്നോടൊക്കെയുള്ള ദേഷ്യമൊക്കെ തീർന്നായിരുന്നോ? ഒന്നും അറിയില്ല. ഞാൻ അവൾക്കും അവളുടെ കുഞ്ഞിനും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോ അവള് കുറച്ച് ഹാപ്പി ആയിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ ചിന്ത എങ്ങോട്ടോ പോകുന്നുണ്ട്. അത് മനോഹറിനെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അവളെ കാണുമ്പോഴറിയാം എന്നോടുള്ള അവളുടെ മനോഭാവം എന്താണെന്ന്. ആ അതെ കിരണേട്ടാ, ഇന്ന് ഒറ്റയ്ക്ക് ഇടന്നാ മതി. അല്ല അതെന്താ അങ്ങനെ? ഞാൻ കാർത്തേച്ചിക്ക് വാക്ക് കൊടുത്തിരിക്കുവാ, ഒപ്പം കിടക്കാന്ന്. നാളെ കല്യാണമല്ലേ. ഉം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിരണൊന്നും പറഞ്ഞില്ലേ കല്യാണി? എന്ത് പറയാനാ, ചേച്ചി അനിയത്തിയും കൂടെ ഒരുമിച്ച് ഒരു മുറിയിലെ കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയോ? ഇനിയും അടുത്തെങ്ങും ഇതുപോലൊരു ദിവസം ഉണ്ടാവും തോന്നുന്നില്ല. കാതുപേരില്ലേ? ആ അത് പിന്നെ 9-9:30 ആവുമ്പോഴേക്കും ഉറങ്ങിക്കാണും. എന്നാ പിന്നെ വിളിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൂന്നുപേർ കൂടെ ഒന്നിച്ച് കിടക്കായിരുന്നു. വാ കിടക്കാം. സരിയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? എന്നാ കിരണേട്ടൻ പറഞ്ഞത്. ആ മനോഹർ കൊച്ചിനൊരു ഡ്രസ് വാങ്ങി കൊടുത്തെന്ന് പറഞ്ഞ് ഇത്രയും ആളം വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവളുടെ ചരിത്രം അത്ര നല്ലതൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവൾ എത്രമാത്രം മനോഹരനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് നേരിട്ട് കണ്ടവളാ ഞാൻ. മനോഹർ എന്ന് പറഞ്ഞ ശരിക്കും സരിയൻ ഒരുതരം ഭ്രാന്തായിരുന്നു. അതുപോലൊരു ചെറുപ്പക്കാരനെ ലോകത്ത് ഒരു പെൺകുട്ടിക്കും കിട്ടിയിട്ടുണ്ടാവില്ലെന്നാ അവൾ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്താ ഇരുട്ടടി കിട്ടിയത്. പിന്നെ സഹിക്കാൻ പറ്റുമോ? ഇപ്പോഴുള്ള മനുഷ്യർക്കെല്ലാം ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. സമാധാനത്തോടെ ജീവിക്കുന്നവര് കുറവാ. പിന്നെ നിന്റെയും കിരണ്ടെ അടുത്തേക്ക് വന്നതിന് ശേഷം ഇത്തിരിയെങ്കിലും ആശ്വസിക്കാൻ എനിക്കും അമ്മയ്ക്കും പറ്റിയത്. എന്താണ് നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? കാണാൻ പാടില്ലാത്തൊരു കാഴ്ചയാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. കാർത്തികയുടെ കല്യാണം നടന്നതായിട്ട്. എടാ കല്യാണത്തിന് കല്യാണ പയ്യൻ പിന്മാറിന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എടാ ഇക്കണ്ട ചാനലല്ല അത് ആഘോഷിച്ചല്ലേ? എടാ കല്യാണത്തിന് പിന്മാറി ഒരു പെൺകുട്ടിയുടെ പ്രതീക്ഷ തകർത്ത ദിലീപായിരുന്നല്ലോ ചാനലുകാരുടെ പ്രധാന ഇര. അല്ല നീ കണ്ട സ്വപ്നത്തിലെ പയ്യൻ ദിലീപ് തന്നെയായിരുന്നോ അതോ മറ്റാരെങ്കിലോ? അത് അവൻ തന്നെയായിരുന്നു. അവളുടെ കഴുത്തിലും അവൻ താലി കെട്ടുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. ഇനി അവൻ മനസ്സ് മാറി